Welcome to Entrance Physics 43 Spring and Simple Harmonic Motion. എൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ആദ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ പിന്നെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നീട് വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ഒരു ചോദ്യം. എ മാസ് M, capital M, attached to a spring of constant K makes simple harmonic motion with amplitude A, capital A, and maximum velocity V. Then choices. M by K equals A by V. B, M by K equals A square by V square. C, V into T equals 4 pi square A square. D, V into T equals A. നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയറാണ്. ഇവിടെ നിന്ന് ഒമേഗ സ്ക്വയർ ഈസ് കെ ബൈ എം. ഇനി വെലോസിറ്റിയുടെ ഫോർമുല വി ഈക്വൽസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കഴിഞ്ഞ പോസ്റ്റിക്ക് ഞാൻ പറഞ്ഞു. അല്ലെ വി സ്ക്വയർ ഈക്വൽസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എക്സ് 0 എന്ന് എടുക്കണം. മീൻ പൊസിഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് വെലോസിറ്റി മാക്സിമം. അപ്പോൾ മാക്സിമം വെലോസിറ്റി അതിവിടെ ചോദ്യത്തിൽ വി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വി സ്ക്വയർ ഈക്വൽസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് 0 സ്ക്വയർ, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇവിടെ നിന്ന് ഒമേഗ സ്ക്വയർ എടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വി സ്ക്വയർ ഈക്വൽസ് കെ ബൈ എം ഇൻറ്റു എ സ്ക്വയർ. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എം ബൈ കെ ഈക്വൽസ് എ സ്ക്വയർ ബൈ വി സ്ക്വയർ. ദിസ് ഈസ് ദി ആൻസർ. അതിവിടെ ചോയ്സ് ബി. ഇത് ചെറിയൊരു അറേഞ്ച്മെൻ്റ് എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യം. എ മാസ് ക്യാപിറ്റൽ എം attached to a spring makes SHM with amplitude capital A and total energy capital E. Then potential energy when the mass is at a distance x from the mean position will be A, E square x square by A square. B, E square x square by A. C, EX by A. D, EX square by A square. നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയറാണ്. എക്സ് മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ്. എക്സിൻ്റെ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ചോദിക്കുന്നത് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എ സ്ക്വയറാണ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് ടോട്ടൽ എനർജി, അല്ലെ മാക്സിമം കൈനറ്റിക് എനർജി തന്നെയാണ് ടോട്ടൽ എനർജി. ചുരുക്കത്തിൽ ടോട്ടൽ എനർജി ഇ ഈക്വൽസ് ഹാഫ് കെ എ സ്ക്വയറാണ്. ഇവിടുന്ന് ഹാഫ് കെ എന്ന് പറഞ്ഞാൽ ഇ ബൈ എ സ്ക്വയർ എന്ന് വരും. ഇവിടെ ഹാഫ് കെ ഈസ് ഇ ബൈ എ സ്ക്വയർ. ഇതെടുത്ത് പൊട്ടൻഷ്യൽ ഫോർമുലയിലോട്ട് എക്സ് അകലത്തിൽ ചെല്ലുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര ആണെന്നാണ് ചോദ്യം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെക്ക് വരെ ഇ ബൈ എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇ എക്സ് സ്ക്വയർ by a square. That's the answer. അപ്പോൾ ചോയ്സ് EX square by
a square. Choice D. അടുത്ത ചോദ്യം. The motion of a particle of mass m along the x-axis is represented by the equation a capital A into d square x by dt square plus capital B into x equals 0. A d square x by dt square plus bx equals 0. The motion is A. Uniformly accelerated. B. SHM with period t equals 2 pi root of ma by b. റൂട്ടിനകത്താണ് m into a by b. C. SHM with t equals 2 pi root of a by b. D. SHM with period t equals 2 pi root of m into b by a. തന്നിരിക്കുന്നത് a d square x by dt square plus bx equals 0 എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലാക്കാമല്ലോ. a d square x by dt square equals minus bx. ഇക്വേഷൻ എ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ d square x by dt square equals minus b by a into x. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. d square x by dt square equals minus omega square x എന്ന ഈ ഫോമിലാണെന്നല്ല ഇത്. അപ്പോൾ ചുരുക്കത്തിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആ സംഭവം. ഇവിടെ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ബി ബൈ എ. അപ്പം ഒമേഗ സ്ക്വയർ ഈസ് ബി ബൈ എ. ഒമേഗ എന്ന് 2 pi by t ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് 4 pi square by t square. ദറ്റ് ഈസ് ബി ബൈ എ. ഫ്രം വിച്ച് t square ഈക്വൽസ് 4 pi square into a by b or t ഈക്വൽസ് 2 pi root of a by b. അപ്പോൾ ഇത്രയും പീരീഡുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചോയ്സ് സി. SHM with period t equals 2 pi root of a by b. അടുത്ത പോയിൻ്റ് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചില ആസ്പെക്ട്സ് ഒന്ന് പറയുന്നു. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. ഒക്കെ അറിയാം, സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞ ഒരു ബോബ്, സ്ഫിയറിക്കൽ ബോഡി ഈസ് സസ്പെൻഡഡ് ബൈ എ സ്ട്രിങ് ഓഫ് ലെങ്ത് L. ഇത് പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ ഈ സ്ഫിയറിൻ്റെ സെൻറ്ററാണ്. സെൻറ്റർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയും. ചാരഡിൻ്റെ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചാരഡിൻ്റെ ലെങ്ത് പ്ലസ് റേഡിയസ് ഓഫ് ദി സ്ഫിയർ L+R. അതാ ഈ സ്മോൾ എൽ എന്ന് പറയുന്നത് ത്രെഡിൻ്റെ ലെങ്ത് പ്ലസ് റേഡിയസ് ഓഫ് ദി സ്ഫിയർ. ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇതൊരു സൈഡിലേക്ക് ഒരു ആംഗിളിൽ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. വലിച്ചകത്തിട്ട് വിട്ട് കഴിയുമ്പോൾ ഇത് ഓസിലേഷൻസ് നടത്തുമല്ലോ. ഇപ്പോൾ തീറ്റ എന്ന ആംഗിളിൽ ഈ പെൻഡുലം ഡിസ്പ്ലേസ് ചെയ്തു എന്നിരിക്കട്ടെ. ഇതിൻ്റെ വെയ്റ്റ് mg നേരെ താഴോട്ടാണ്. അതിനെ രണ്ട് കമ്പോണൻസ് ആക്കാം. ഒന്ന് ഈ സ്ട്രിങ്ങിന് പാരലായിട്ട് ഇങ്ങോട്ട്, ദറ്റ് ഈസ് mg cos തീറ്റ. ദി അതർ ഈസ് അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇതൊരു ആർക്കാ സത്യത്തിൽ. ആ ആർക്കിൻ്റെ ടാൻജൻറ്റിൽ കൂടെ mg sin തീറ്റ. ഇവിടെ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യണം, അല്ല ചരടം കൂട്ടിപ്പോവും. അപ്പോൾ ഈ ചരടിലെ ടെൻഷൻ ടിയും ആണെങ്കിൽ ടി മസ്റ്റ് ബി ഈക്വൽ ടു mg cos തീറ്റ. ഒരു കണ്ടീഷന് നമ്മളറിയാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കണമെങ്കിൽ അവിടെ ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് വേണം. ഇതിനെ തിരിച്ച് മീൻ പൊസിഷനിൽ കൊണ്ടുവരാൻ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തേ പറ്റും. ഇവിടെ ഇപ്പോൾ mg sin തീറ്റ ആണ് ഈ സ്ഫിയറിനെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ mg sin തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ
റെസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇതൊക്കെ ഓർത്തിരുന്നോണം, കാരണം ചോദ്യത്തിൽ കണ്ടുപിടിക്കാനൊക്കെ കയറി വരും. റെസ്റ്റോറിങ് ഫോഴ്സ് ഈസ് എഫ് ഈക്വൽസ് മൈനസ് എം ജി സൈൻ തീറ്റ. കാരണം തീറ്റ അങ്ങോട്ടാണ് കൂടുന്നത്, അത് കൂടാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് എം ജി സൈൻ തീറ്റ. അപ്പോൾ തീറ്റയ്ക്ക് എതിരെയാണ്, തീറ്റ കൂടുന്നതിനെ തടയുക എം ജി സൈൻ തീറ്റ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫ് ഈക്വൽസ് മൈനസ് ഇട്ടിരിക്കുന്ന മൈനസ് എം ജി സൈൻ തീറ്റ. ഇത് അവിടുത്തെ റെസ്റ്റോറിങ് ഫോഴ്സ്. എങ്കിൽ ഇത് റൊട്ടേഷനാണ്. അപ്പോൾ ഇവിടെ ടോർക്കാ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് വരേണ്ടത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറിങ് ടോർക്ക്. അപ്പോൾ ഈ തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഈക്വൽസ് മൈനസ് എം ജി തീറ്റ. Therefore, restoring torque is F into perpendicular distance. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, എഫ് എന്ന് പറഞ്ഞ എം ജി തീറ്റ മൈനസ് എം ജി തീറ്റ. സോ റെസ്റ്റോറിങ് ടോർക്ക് ഈസ് ടോ ഈക്വൽസ് എഫ് ഇൻറ്റു ആർ ഈക്വൽസ് മൈനസ് എം ജി തീറ്റ ഇൻറ്റു എൽ, അല്ലെ മൈനസ് എം ജി എൽ തീറ്റ. ഇത് നോക്കി, ടോ ഈക്വൽസ് മൈനസ് എം ജി എൽ ഒരു കോൺസ്റ്റൻറ്റാണ്, മൈനസ് എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു തീറ്റ. എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ് എന്ന സ്ട്രെയിറ്റ് ലൈൻ വൈബ്രേഷണൽ ഇക്വേഷൻ വന്ന പോലെ തന്നെ ഇവിടെ റൊട്ടേഷൻ്റെ കൗണ്ടർ പാർട്ടായിട്ടാണ് ഇക്വേഷൻ വരുന്നത്. ടോ ഈക്വൽസ് മൈനസ് കെ തീറ്റ. ചുരുക്കത്തിൽ ഈ ബോബ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇക്വേഷൻ എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ് എന്ന സ്ട്രെയിറ്റ് ലൈൻ വൈബ്രേഷന് പകരം ഇവിടെ ആംഗുലാർ വൈബ്രേഷനുള്ള ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. എഫിന് പകരം റൊട്ടേഷനകത്ത് അല്ലെ സർക്കുലാർ മോഷനിലൊക്കെ വരുന്നത് ടോർക്കാണ്. അപ്പോൾ ടോ ഈക്വൽസ് അവിടെ എക്സിന് പകരം ഇവിടെ തീറ്റ വരണം, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. ആ ഫോമിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിന് പീരീഡ് കണ്ടുപിടിക്കാം. ടോ ഈക്വൽസ് ഐ ആൽഫ എന്ന് വരും. ആൽഫ ഈസ് ദി ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ആൽഫ ഈക്വൽസ് മൈനസ് കെ ബൈ ഐ ഇൻറ്റു തീറ്റ. ആൽഫ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ള ഫോം. അവിടെ നിന്ന് തീറ്റ പീരീഡ് കാണാൻ ടി ഈക്വൽസ്, എന്നിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എം എൽ സ്ക്വയർ എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടി ഈക്വൽസ് 2π√L/G. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടെ കാണണം. ഇത് കുറച്ച് പിടിച്ചതൊക്കെ വരും, പീരീഡിൻ്റെ വേരിയേഷൻസ് വരും, മറ്റ് വൈബ്രേഷൻസ്, ഇതിനോട് സാമ്യമുള്ള മറ്റ് വൈബ്രേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരും. അതെല്ലാം ചോദ്യങ്ങളിൽ കൂടെ കാണാം. താങ്ക് യു.